ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം ഇന്ന് നമ്മുടെ കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അങ്ങനെ അവൾ ഹാപ്പി ബർത്ത്ഡേ ടു മീ ഒക്കെ പാടിയിട്ട് ഞങ്ങൾ നേരെ രാവിലെ തന്നെ ഒരു അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ വഴിപാടൊക്കെ കഴിച്ച് ആ റെസീറ്റൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഇവൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുളത്തിൽ നിറച്ച് മീനുണ്ട്, ചാടിയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. അത്രയ്ക്ക് അനുസരണയാണ്. അങ്ങനെ അതിനെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു കുറേ ആനകളൊക്കെ ഉണ്ടായിരുന്നു. ഒരാനേനെ ഇങ്ങനെ ലോറി കയറ്റി കൊണ്ടുവന്നൊക്കെ കണ്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയി നിൽക്കുമ്പോഴാണ് ഇപ്പുറത്തൊരു ആന കുളിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ കുളിസീനൊക്കെ കണ്ട് നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്ത അമ്പലത്തിലേക്ക് പോയി. അടുത്ത അമ്പലത്തിലേക്ക് പോണ വഴി ഇങ്ങനെ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ തീവണ്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരാളെ കാണുന്നത്. ഞാനൊരു മയിൽ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഇവൾ ഈ കുയിലിൻ്റെ ശബ്ദം ഉണ്ടാക്കിയിട്ട് മയിലിനെ പിടിച്ച് നിർത്താനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്തോ അത് ജീവനം കൊണ്ട് പോണ പോലെയാണ് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് പോയി. വഴിയൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇടാതെയാണ് പോയത്. പക്ഷേ പോണ വഴി എല്ലാം തെറ്റായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അവളുടേതായിട്ടുള്ള ഒരു ഐഡിയയ്ക്ക് അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിലെത്തി. ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ്. കുറേ സ്റ്റെപ്പുകളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ തൊഴുത് കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. ഇന്നിവിടെ നേർച്ച ആയതുകൊണ്ട് പോണ വഴിയിൽ ആനേനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.